നമസ്കാരം സുഹൃത്തുക്കളെ. റോണ്ട ബേൺ എഴുതിയ കൗണ്ട് ഓൺ ടു റിച്ചസ് 21 ഡേയ്സ് ഓഫ് വെൽത്ത് അട്രാക്റ്റീവ് ഹാബിറ്റ്സ് എന്ന പുതിയ പുസ്തകത്തിൽ മനസ്സിന്റെ ചിന്താഗതി മാറ്റിക്കൊണ്ട് സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് എങ്ങനെ സമൃദ്ധിയിലേക്ക് വളരാമെന്ന് 21 ദിവസത്തെ ലളിതമായ ശീലങ്ങളിലൂടെ അവതരിപ്പിക്കുന്നു. നമുക്കതിൽ 7ാമത്തെ ദിവസത്തെ ശീലത്തെക്കുറിച്ച് ഈ വീഡിയോയിൽ സംസാരിക്കാം. റിസീവ് അല്ലെങ്കിൽ സ്വീകരിക്കുക എന്നത് സൃഷ്ടി പ്രക്രിയയിലെ 3ാമത്തെയും അവസാനത്തെയും ഘട്ടമാണ്. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന വൈബ്രേഷനിൽ നിലനിൽക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ ശരിക്കും ആഗ്രഹിച്ച ഒരു കാര്യം ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നാറുള്ളത്? വളരെ സന്തോഷവും അത്ഭുതവും തോന്നും, അല്ലേ? ആ നല്ല വികാരം യഥാർത്ഥത്തിൽ നിങ്ങൾ നിലനിൽക്കുന്ന ഒരു ഊർജ തരംഗ ദൈർഘ്യമാണ്. ഇതിനെ ഫീൽ ഗുഡ് ഫ്രീക്വൻസി എന്ന് വിളിക്കാം. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും സാക്ഷാത്കാരം ഇതിൽ ഉൾപ്പെടുന്നു. നിങ്ങൾക്ക് സന്തോഷം നിലനിർത്താൻ കഴിയുന്നിടത്തോളം കാലം നിങ്ങളുടെ ദിവസത്തിലെ ഓരോ സാഹചര്യവും സംഭവവും നിങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ സാക്ഷാത്കാരവും തീർച്ചയായും ഉൾപ്പെടുന്നു. ഇന്നലെയോ ഇന്നത്തെ ദിവസത്തിന്റെ തുടക്കത്തിലോ നിങ്ങളിൽ എന്തുതരം ഫീലിംഗ്സ് തോന്നി എന്നത് ഒരു കാര്യമേ അല്ല. ഇപ്പോൾ ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നതാണ് പ്രധാനം. നിങ്ങളുടെ നിലവിലെ ഫ്രീക്വൻസിയെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾ കാര്യങ്ങളെ ആകർഷിക്കുന്നത്. ഈ നിമിഷത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന വികാരമാണ് നിങ്ങളുടെ നിലവിലെ ഫ്രീക്വൻസി നിർണ്ണയിക്കുന്നത്. സന്തോഷവാന്മാരും ശുഭാപ്തി വിശ്വാസികളുമായ ആളുകൾക്ക് എപ്പോഴും കാര്യങ്ങൾ അനുകൂലമായി വരുന്നതിന്റെയും ജീവിതത്തിൽ അവർക്ക് ഭാഗ്യങ്ങൾ ലഭിക്കുന്നതായി തോന്നുന്നതിന്റെയും കാരണം ഇതാണ്. ഇത് യഥാർത്ഥത്തിൽ ഭാഗ്യമല്ല. അവർ തുടർച്ചയായി നിലനിർത്തുന്ന സന്തോഷകരമായ ഫ്രീക്വൻസിയാണ് നല്ല കാര്യങ്ങളെയെല്ലാം അവരിലേക്ക് ആകർഷിക്കുന്നത്. സന്തോഷമില്ലാത്തവരും നിരാശരുമായ ആളുകൾ തുടർച്ചയായി പ്രയാസങ്ങളും വെല്ലുവിളികളും അനുഭവിക്കുന്നതായി തോന്നുന്നതിന്റെ കാരണവും ഇതുതന്നെയാണ്. പ്രപഞ്ചത്തിന്റെ നിയമം അനുസരിച്ച് എപ്പോഴും നിങ്ങളുടെ ഫ്രീക്വൻസിക്ക് അനുസരിച്ചുള്ള അനുഭവങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക. അതിനാൽ നിങ്ങൾക്ക് സന്തോഷം തോന്നുമ്പോൾ മനോഹരമായ ഒരു ദിവസം ലഭിക്കുന്നതിന് പുറമെ നിങ്ങൾ ചോദിച്ചതെല്ലാം സ്വീകരിക്കാനായി പ്രപഞ്ചത്തിന്റെ വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുകയാണ്. ഏതെങ്കിലും ഒരു ദിവസം ഉണരുമ്പോൾ സന്തോഷം അനുഭവിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു വിഷമം കാരണം നിങ്ങളുടെ മൂഡ് മാറുകയാണെങ്കിലോ എത്രയും വേഗം വീണ്ടും സന്തോഷത്തിലേക്ക് മടങ്ങിയെത്താൻ സഹായിക്കുന്ന ചില മൂഡ് ഷിഫ്റ്ററുകൾ റോണ്ട ബേൺ പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തിലേക്കുമുള്ള എളുപ്പവഴി ഇപ്പോൾ സന്തോഷമായിരിക്കുക എന്നതാണ്. നിങ്ങൾ സന്തോഷവാനായിരിക്കുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള ഫ്രീക്വൻസിയിലാണ് നിൽക്കുന്നത്. എപ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെ കുറിച്ച് മാത്രം, അതായത് പോസിറ്റീവായി ചിന്തിക്കാൻ മാത്രം ശ്രമിക്കുക. ഇനി നമുക്ക് സന്തോഷം തരാൻ സഹായിക്കുന്ന മൂഡ് ഷിഫ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളെ ചിരിപ്പിക്കുകയോ സന്തോഷിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു കൂട്ടുകാരനെയോ കൂട്ടുകാരിയെയോ ഫോൺ ചെയ്ത് സംസാരിക്കുക. ഗാർഡനിലൂടെയോ പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്തിലൂടെയോ 5 മിനിറ്റ് നടക്കുക. നിങ്ങൾക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും പോസിറ്റീവായ ആളുമായി സംസാരിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊമേഡിയന്റെ വീഡിയോയോ യൂട്യൂബിൽ ഒരു തമാശ രംഗമോ കാണുക. നിങ്ങൾക്ക് പ്രിയപ്പെട്ട പാട്ട് കേൾക്കുക. നിങ്ങളുടെ വളർത്തുമൃഗങ്ങളെ താലോലിക്കുക. നിങ്ങളുടെ മക്കളെയോ പങ്കാളിയെയോ പ്രിയപ്പെട്ടവരെയോ ഒന്ന് കെട്ടിപ്പിടിക്കുക. ഒരു കൂട്ടുകാരനോ പ്രിയപ്പെട്ടവർക്കോ സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിച്ചുകൊണ്ട് ഒരു മെസ്സേജ് അയക്കുക. ശുദ്ധവായു ശ്വസിക്കാൻ കുറച്ചു സമയം പുറത്തിറങ്ങി നിൽക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രുചികരമായ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക. വെളിയിലിറങ്ങി പച്ചപ്പുല്ലിലോ മണ്ണിലോ ചെരുപ്പ് ഉപയോഗിക്കാതെ നടക്കുകയോ നിൽക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ശാന്തമായിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാം. നിങ്ങൾക്ക് പ്രിയപ്പെട്ട പാട്ടിനൊപ്പം നൃത്തം ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി അത് ആസ്വദിച്ച് പുറത്തിരുന്ന് കഴിക്കുക. സമയമെടുത്തൊന്ന് കുളിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു 10 ബ്ലെസ്സിങ്സ് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അതിന് നന്ദി പറയുക. ഇനി നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു സിനിമ കാണുക. ഏതെങ്കിലും ഒരു മോട്ടിവേഷണൽ ബുക്ക് വായിക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ.
എത്ര ശ്രമിച്ചാലും മൂഡ് മാറാതിരിക്കുന്ന ചില സന്ദർഭങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും. ആ സമയത്ത് നിങ്ങളുടെ വികാരങ്ങളെ ബലമായി മാറ്റാൻ ശ്രമിക്കരുത്. ആ വികാരത്തെ അതുപോലെ തന്നെ അംഗീകരിക്കുക. വികാരത്തോട് പൊരുത്തപ്പെടുമ്പോൾ അത് സ്വയം ഇല്ലാതായി മാറും. മാനസികാവസ്ഥ ഉയർത്താനുള്ള ഏറ്റവും ശക്തമായ ഒരു മാർഗമാണിത്. കൂടാതെ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 50 മിനിറ്റ് മണി അഫർമേഷൻസ് പറയാൻ മറക്കരുത്.